നോക്കാം. എക്സസൈസ് 1-ലെ ഒന്നാമത്തെ ചോദ്യം. ഒന്ന് വായിച്ച ചോദ്യം എന്താണ്? The sum of the angles of a polygon is 1980 degree. അതായത് ഏതോ ഒരു പോളിഗണിന്റെ ആംഗിളുകളുടെ സം എടുത്തപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 1980 ഡിഗ്രി കിട്ടി. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അതേപോലെ അല്ലായിരുന്നോ? നിങ്ങൾ എഴുതിയ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈക്വൽ എന്ന് ബ്രാക്കറ്റിൽ സപ്പോസ് ബ്രാക്കറ്റിൽ ഇനി സം ഓഫ് ദി ആംഗിൾസ് ഈസ് ഈക്വൽ ടു 1980. ഈ സം ഓഫ് ദി ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 into 180 is equal to 1980. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n-2 is equal to 1980 by 180. ഇവിടുന്ന് ഓരോ 0 വീതം വെട്ടിക്കളയാം. 198 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 1 18 ശിഷ്ട 1 18 18 1 18 എത്ര വരും? 11. അപ്പൊ n-2 is equal to 11. അപ്പൊ n ഈക്വൽ 11 പ്ലസ് 2 n ഈക്വൽ 13. അപ്പൊ n ആരായിരുന്നു? ആ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് വിച്ച് ഇംപ്ലൈസ് number of sides of the n equal 13 എന്ന് കിട്ടി. ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണോ നോക്കിക്ക എല്ലാവരുടെയും? അതെഴുതി ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈക്വൽ n ഈക്വൽ 13. ഒറ്റ ചോദ്യത്തിൽ തന്നെ 3 ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഭാഗം തുടങ്ങിയിടത്ത് പാർട്ട് 1 എന്നൊന്ന് കൊടുത്തേരെ. പാർട്ട് 1 ഓക്കെ. ഇനിയിപ്പോ എന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. അനീറ്റയുടെ ആൻസർ കറക്റ്റാണോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഒരു സൈഡൂടെ കൂടുതലുള്ള പോളിഗണിന്റെ ആംഗിളിന്റെ സം എത്ര? നിങ്ങൾ ആദ്യം എഴുതി നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ n ഈക്വൽ എത്ര വശമുണ്ട്? ഇതിനേക്കാൾ ഒന്നുകൂടെ കൂടുതൽ. അപ്പൊ 13 പ്ലസ് 1 ഈക്വൽ 13 പ്ലസ് 1 ഈക്വൽ 14. അപ്പൊ സം ഈക്വൽ എന്തുവായിരുന്നു? സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 into 180. n-2 into 180. എന്നിന്റെ വില 14 - 2 into 180. 14 ഇത് 2 കുറച്ചാൽ 12 into 180. എത്ര കിട്ടി? 12 into 180 12 into 180 ഇതിന് എത്ര കിട്ടി? പറവുള്ളാരെ 12 into 180 2160. 2160 ഡിഗ്രി. ഇങ്ങനെയാണോ കിട്ടിയത്? അനീറ്റയ്ക്ക് സെക്കൻഡ് പാർട്ട് ഇങ്ങനെയാണോ കിട്ടിയേ? ഓക്കെ. അപ്പൊ അടുത്തത് പാർട്ട് 3. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടോ അതിന്റെ. and for a polygon mire and for a polygon with one side left. Number of sides equal n equal 13 minus 1 സമം 12. അപ്പൊ സം ഈക്വൽ
സം ഈക്വൽ n മൈനസ് 2 ഇൻറ്റു 180. അപ്പോ എന്റെ എത്ര 12 മൈനസ് 2 ഇൻറ്റു 12 മൈനസ് 2 എത്ര 10 ഇൻറ്റു 180 ഡിഗ്രി. ആൻസർ 1800 ഡിഗ്രി. 3 വാട്ടിന് ആൻസർ കിട്ടിയോ? ഇനി ഇത് വേഗത്തെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. സൈഡ് സം. നമ്മുടെ പാർട്ട് 1 പോളിഗണിന് എത്ര സൈഡ് ഉണ്ടായിരുന്നു? ചോദ്യം തുടങ്ങുമ്പോഴുള്ള പോളിഗണിന് അതല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചേ, 13. അതിന്റെ സം എത്ര ആയിരുന്നു? 1980. അടുത്തത് ഞാനിപ്പോ ഇങ്ങോട്ട് മാറ്റിയെഴുതാം. 13 സൈഡ് ഉള്ളത് 1980. പിന്നെ കണ്ടുപിടിച്ചത് 14 സൈഡുള്ള പോളിഗണിന്റെ സമ്മ. അതെത്ര കിട്ടിയായിരുന്നു? 2160. പിന്നെ കണ്ടുപിടിച്ചത് 12 സൈഡുള്ള പോളിഗണ. അതിന്റെ സമ്മ 1000. എന്തേലും ലിങ്ക് ഉണ്ടോ ഇത്? 1800 കൂടി 180 കൂടെ കൂട്ടുമ്പോഴാണ് 1980 കിട്ടുന്നത്. ഈ 1980 കൂടി 180 കൂടെ കൂട്ടുമ്പോഴാണ് 2160 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 13 സൈഡുള്ള പോളിഗണിന്റെ ആംഗിളിന്റെ സമ്മിനേക്കാൾ 180 കൂടുതലായിരിക്കും 14 സൈഡുള്ള പോളിഗൺ. 13 സൈഡുള്ള പോളിഗണിന്റെ സമ്മിനേക്കാൾ 180 കുറവായിരിക്കും 12 സൈഡുള്ള പോളിഗണിന്റെ സം. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് നേരിട്ട് ഉത്തരം എഴുതി നോക്കാം. ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടെ. ആ സ്റ്റെപ്പ് ഒന്ന് വർക്കിംഗ് കോളത്തിലേക്ക് എഴുതിയിട്ടേക്കാം. അനീറ്റയ്ക്ക് ഞാനിപ്പോ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ. അതൊന്ന് വർക്കിംഗ് കോളത്തിലേക്ക് എഴുതിയിട്ടേ കേട്ടോ. ചോദ്യം വായിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 20 സൈഡഡ് പോളിഗൺ? ചോദ്യത്തിന്റെ അർത്ഥം 27 സൈഡ്. എന്തോ അർത്ഥം? 27 സൈഡുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോ നിങ്ങൾ എഴുതി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈക്വൽ n ഈക്വൽ എത്ര 27. സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ n മൈനസ് 2 ഇൻറ്റു 180. അപ്പൊ 27 മൈനസ് 2 ഇൻറ്റു 180. 27 2 കുറച്ചാൽ 25 ഇൻറ്റു 150 എത്ര കിട്ടി? 45,000. 25 ഇൻറ്റു 180 4500. 4500. ആംഗിൾ ആയതുകൊണ്ട് യൂണിറ്റ് കൂടെ ചേർക്കണം. എന്ത് വരും? ഡിഗ്രി. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയ എല്ലാവർക്കും? ആണോ? ഓക്കെ. അനീറ്റയ്ക്ക് ഇങ്ങനെയാണോ ആൻസർ കിട്ടിയേ? അതെ സർ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം എഴുതുക, ചെയ്യുക. ചോദ്യം വായിച്ചേ. The sum of the angles of a polygon is 8100. ഇതൊരു പോളിഗണിന്റെ ആംഗിൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 8100 കിട്ടി. എങ്കിൽ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൈഡ് ഉണ്ട്? നിങ്ങൾ എഴുതി തുടങ്ങിയ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ വശങ്ങളുടെ എണ്ണം സമം n ബ്രാക്കറ്റിൽ സപ്പോസ്. ഇനി
സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ 100 8100 ബ്രാക്കറ്റിൽ ഗിവൺ വിച്ച് ഇംപ്ലൈസ് ഈ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 into 180 is equal to 8100 ആണോ? അപ്പൊ n-2 is equal to 8100 ഡിവൈഡഡ് ബൈ 180. ഓരോ 0 വീതം വെട്ടിക്കളഞ്ഞു. n-2 ഈക്വൽ 810 നിങ്ങൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നോ? കിട്ടുന്നില്ല. 810 ഡിവൈഡഡ് ബൈ ഇവയുടെ ബൈ 45 നോക്കാം. 810 ഡിവൈഡഡ് ബൈ 18. 8നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത ആളെ കൂടെ ചേർത്ത് വായിച്ചു. 81 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 8 4 32 ശിഷ്ടം 3 1 4 4 3 7 72 കുറച്ചാൽ 9 90 18 5 90 5 90. അപ്പൊ n-2ന്റെ വില എത്ര? 45. അപ്പൊ n ഈക്വൽ 45 മൈനസ് 2 അപ്പുറത്ത് പോട്ടെ. n ഈക്വൽ എത്ര കിട്ടും? 47. എന്തുവരെ നമ്മുടെ ചോദ്യം? ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെന്ന്. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ n ഈക്വൽ 47. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ n ഈക്വൽ 47. എഴുതിയാട്ടെ. ചോദ്യം വായിച്ചേ. ഏതെങ്കിലും പോളിഗണിന്റെ ആംഗിളുകളുടെ സം എത്ര ഡിഗ്രി വരുമോ എന്നാണ്. 1000 ഡിഗ്രി വരുമോ എന്നാണ് ചോദ്യം. ബോർഡിലേക്ക് നോക്കാം. നിങ്ങൾ എഴുതിയ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈക്വൽ n ബ്രാക്കറ്റിൽ സപ്പോസ് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ 1000 വരുമോ എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം 1000 വരുമെന്ന് എന്ത് ചെയ്യുന്നു? ഹലോ, 1000 വരുമെന്ന് എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഇനി ബോർഡിലേക്ക് നോക്കാം. സം ഓഫ് ദി ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? n-2 into 180 ഡിഗ്രി ഈക്വൽ 1000 ഡിഗ്രി. ശരിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ n-2ന്റെ വില എന്തോ വരും? 1000 ഡിവൈഡഡ് ബൈ 180. ഓരോ 0 വീതം വെട്ടിപ്പോകും. ഇനി 100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 18 കൊണ്ട്. 100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 18. നോക്കാം. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 18. 1നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത ആളിനെ കൂടെ ചേർത്ത് വായിക്കുന്നു. എത്ര? 10. 10നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്തത് 100. നമ്പർ മൊത്തത്തിലെടുത്താലേ ഡിവിഷൻ പറ്റത്തുള്ളൂ. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 18 5 90. കുറച്ചാൽ എത്ര കിട്ടും? 10. നമ്മുടെ കയ്യിലുള്ള നമ്പർ എല്ലാം തീർന്നില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 കൊടുക്കും. അപ്പൊ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? 90. വീണ്ടും 10. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എത്ര കിട്ടും ആൻസർ? n-2 ഈക്വൽ 5.5. ഇങ്ങനെ എക്സെട്രാ കൂടെ ഉണ്ട്. നമ്മൾ തൽക്കാലം എത്ര എടുത്തോളൂ. അപ്പൊ n ഈക്വൽ 5.5. ഇത് അപ്പുറത്ത് പോട്ടെ, +2. അപ്പൊ n ഈക്വൽ 5.5നോട് 2 കൂടെ കൂട്ടിയാൽ 7.5. ഒരു സെക്കൻഡ് കൂടെ ശ്രദ്ധിക്കാം. ഒരു പോളിഗണിന്റെ സൈഡിന്റെ എണ്ണമായിട്ട് 7.5 എന്ന് പറയാൻ പറ്റുമോ? ഒന്നുകിൽ 7 സൈഡുള്ള പോളിഗൺ, അല്ലെങ്കിൽ 8 സൈഡുള്ള പോളിഗൺ. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് 7.5 സൈഡുള്ള പോളിഗൺ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ ആൻസർ? നോ. നോ. ബാക്കിടാ.
ദ സം ഓഫ് ദി ഉണ്ടെന്നില്ല സം ഓഫ് ദി ഉണ്ടെന്നില്ല സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ 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 ഈസ് നോട്ട് ഈക്വൽ ടു അല്ല ഓൾറെഡി നമ്മൾ ആദ്യം നോ എഴുതിയിട്ടുണ്ടല്ലോ ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 1000 ഡിഗ്രി. അപ്പോ ഒരു പോളിഗണിന്റെ ആംഗിളുകളുടെ സം എത്ര ഡിഗ്രി വരത്തില്ല? എത്ര ഡിഗ്രി വരത്തില്ല? 1000 ഡിഗ്രി വരത്തില്ല. അനീറ്റയ്ക്ക് മനസ്സിലായോ? അനീറ്റയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ ശരി. അറിയോ? ഓക്കെ. A 20-sided പോളിഗൺ ഹാസ് ഈക്വൽ ആംഗിൾസ്. 20 സൈഡുള്ള ഒരു പോളിഗണിന്റെ ആംഗിളുകളെല്ലാം എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ആണെങ്കിൽ ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ? എങ്കിൽ ഓരോ ആംഗിളും എത്ര വെച്ചുണ്ടെന്നുള്ളതാണ് ചോദ്യം. എഴുതിയ സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഈക്വൽ n ഈക്വൽ 20. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് ഇസ് ഈക്വൽ ടു n-2 ഇൻറ്റു n-2 × 180 ഡിഗ്രി. എന്നിന്റെ വില എത്ര? 20 - 2 × 180 ഈക്വൽ 18 × 180. തൽക്കാലം കുടിക്കണ്ട, അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ. ഇനി അവർ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ എല്ലാ ആംഗിളുകളും എങ്ങനെയാണ്? ഈക്വൽ ആണ്. 20 സൈഡുള്ള ഒരു പോളിഗണിന് എത്ര ആംഗിൾ ഉണ്ട്? ട്രയാംഗിളിന് എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട്. 3 സൈഡുണ്ട്. എത്ര ആംഗിൾ ഉണ്ട്? ക്വാഡ്രിലാറ്ററലിന് എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട്. എത്ര ആംഗിൾ ഉണ്ട്? പെന്റഗണിന് എത്ര സൈഡുണ്ട്? 5. എത്ര ആംഗിൾ ഉണ്ട്? ഹെക്സഗണിന് എത്ര സൈഡുണ്ട്? 6. എത്ര ആംഗിൾ ഉണ്ട്? അപ്പൊ എത്ര സൈഡ് ഉണ്ടോ അത്രയും ആംഗിൾ ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 20 ആംഗിൾ ഉണ്ട്. ഈ 20 ആംഗിളുകൾ എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? മെഷർ ഓഫ് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ മെഷർ ഓഫ് 1 ആംഗിൾ ഈക്വൽ ഞാൻ പറഞ്ഞാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? 20 ആംഗിളൂടെ കൂട്ടുമ്പോ കിട്ടുന്ന ഉത്തരമാണ് 18 × 180. അങ്ങനാണെങ്കിൽ 18 × 180 ഡിവൈഡഡ് ബൈ എത്ര? 20. വേണ്ടേ? ഈ ഓരോ 0 വീതം ഇവിടെ വെട്ടിക്കളയാം. 18ഉം 2ഉം കൂടെ വെട്ടി എത്ര കിട്ടും? 9. 9 × 18 എത്ര വരും നോക്കിക്കേ? 9 × 18 എത്ര വരും നോക്കിക്കേ? 9 × 18 എത്ര? 160. അപ്പോ ആ പോളിഗണിന്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വെച്ചായിരിക്കും? 162 ഡിഗ്രി വെച്ച് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ സെക്ഷനിലെ എക്സസൈസ് എത്രയായിരുന്നു? 1 ആയിരുന്നോ 2 ആയിരുന്നോ? എക്സസൈസ് 1 കംപ്ലീറ്റ് ആയി.